ഹലോ. യു എയിൽ ഇപ്പോൾ പാർട്ണർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എമിഗ്രേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ യു എയിൽ പുതുതായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാനുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ അപ്രൂവൽ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ലൈസൻസിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊന്നും 6 മന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നില്ല. ഇത് ചോദിക്കുന്നത് ലൈസൻസ് എടുത്തതിന് ശേഷം പാർട്ണർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടിയിട്ട് എമിഗ്രേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്. നിങ്ങൾ യു എ റെസിഡൻസ് ആണ്, നിങ്ങളുടെ ഇവിടെയുള്ള പേഴ്സണൽ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും പാസ്സാകുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ ബിസിനസ് ചെയ്യാൻ വന്നതാണെങ്കിൽ നിങ്ങൾ ആ രാജ്യത്ത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പാർട്ണർ വിസയും എമിഗ്രേഷൻ കാർഡും പാസ്സാകുന്നുണ്ട്. അപ്പോൾ യു എ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് ഇത് റണ്ണ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ബിസിനസ് ഇവിടെ റണ്ണ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് യു എയിൽ പുതുതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ലൈസൻസ് ആവശ്യത്തിനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിസ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.